ஹலோ கைஸ், வெல்கம் பேக் டு அவர் சேனல். இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம மலையாள மூவி வாழா இந்த மூவி தான் வந்து பார்த்தீங்கன்னா சீன் 1 வந்து நம்ம ரியாக்ட் பண்ண போகிறோம். தமிழில் வந்து பார்த்தீங்கன்னா வாழைன்னு சொல்லிட்டு வந்து பார்த்தீங்கன்னா வெற்றிகரமாக வந்து ஓடிக்கிட்டு இருக்கு. அதே மாதிரி வந்து பார்த்தீங்கன்னா மலையாளத்துலேயும் வந்து பார்த்தீங்கன்னா வாழா அப்படின்னு சொல்லிட்டு வந்து பார்த்தீங்கன்னா இந்த மூவி வந்து பார்த்தீங்கன்னா ஒரு ஒரு கேங்காக வந்து பார்த்தீங்கன்னா ஒரு ஸ்கூல் பசங்க, ஒரு காலேஜ் ஸ்டூடெண்ட்ஸ் எப்படி வந்து கேங்காக வந்து பார்த்தீங்கன்னா எப்பயுமே வந்து ஒன்றா இருப்பாங்களோ அதே மாதிரி வந்து பார்த்தீங்கன்னா லாஸ்ட் வரைக்கும் கொண்டு போயிருப்பாங்க அப்படின்னு சொல்லிட்டு நான் ரிவ்யூவில் வந்து பார்த்தீங்கன்னா கேட்டேன். சரி, இந்த மூவி வந்து பார்த்தீங்கன்னா நம்ம வந்து ரியாக்ட் பண்ணணும் அப்படின்னு சொல்லிட்டு நான் வந்து கம்யூனிட்டி டேப்ல கூட வந்து பார்த்தீங்கன்னா நம்ம வந்து போட்டுப்பேன். ஒரு 14 ஒரு 15 பேர்கிட்ட வந்து பார்த்தீங்கன்னா இந்த மூவி வந்து பண்ணுங்க அப்படிங்கிற மாதிரி வந்து சொல்லியிருக்காங்க. எல்லாத்துக்கும் வந்து பார்த்தீங்கன்னா ரொம்பவே நன்றி. ஓகே, இந்த வீடியோ போய் பார்த்துட்டு அதுக்கப்புறம் அதுக்குள்ள என்னென்ன இருக்குது அப்படின்னு சொல்லிட்டு நம்ம பேசுவோம். வீடியோக்குள்ள போகிறதுக்கு முன்னாடி இன்னும் நீங்கள் யார் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ள போகலாம். ലോകത്ത് മൂന്നുതരം കുട്ടികളാണല്ലോ. മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഉറച്ച തീരുമാനത്തോടെ പഠിച്ച ജീവിത വിജയം നേടുന്നവരും അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനൊത്ത് പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവരും. ഇതിലൊന്നും പെടാത്ത മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. എന്തിനാ പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, പഠിപ്പിക്കുന്ന എന്തിനാന്ന് വീട്ടുകാർക്കോ അധ്യാപകർക്കോ അറിയില്ല. ഇത് അങ്ങനെയുള്ളവരുടെ കഥയാണ്. അയ്യോ വാഴ ബില്യൺ ബോയ്സ്. ബില്യൺ ബോയ്സ്. വാഴത്തയുണ്ടോ? ഒരെണ്ണം ഉണ്ടായിരുന്നു. ആളെടുത്തു. ഇത് വേണം നിങ്ങൾ എടുത്തോ. വേണ്ട, അത് സാരമില്ല, ഞാൻ അടുത്ത പ്രാവശ്യം വരെ മേടിച്ചതാ. വേണ്ട വെച്ചാ കുഴപ്പമില്ല. ശരി ശരി. രാധിക, രാധിക, നീ മമ്മൂട്ടിക്ക് എടുത്തേ. ഇത് കൈയോടെ അങ്ങ് നട്ടേക്കാം. ഈ നേരത്തോ? പിന്നെ വാഴമൊക്കെ നേരവും കാലം ഉണ്ട്. ഈ ഇരുട്ടത്തൊന്നും പറമ്പിലോട്ട് ഇറങ്ങണ്ട, പോയി കുളിച്ചിട്ടോ. ഞാനേ മാങ്ങ ചെമ്മീനിട്ട് കറി വെച്ചിട്ടുണ്ട്. കുറെ നാളായി ശരീരം ഒന്ന് അനക്കിയിട്ട്. വാഴ പിന്നിറക്കാം. ஐயோ, வாழை இவர் தூக்கிட்டு போயிட்டாரா? இது யாரு? ഈ രാത്രി തന്നെ ഇത് നടന്നോ? നാളെ കാലത്തായാലും പോരെ? അത് പറഞ്ഞു എന്റെ ശരീരം വരുമ്പോൾ നട്ടു സമയങ്ങളല്ലേ. അല്ല പക്ഷേ ഞാൻ കിടക്കട്ടെ. എല്ലാ ദിവസവും നനയ്ക്കണം. ஐ ஐ ஐ
அது சரி. இங்கேயும் இது இருக்கு, வாழைப்பழ பஜ்ஜி. ഒരു പഴംപൊരി. சுச்சோ பிசாங்கன்னு சொல்லுவாங்க. சுச்சோ பிசாங். மாடி அப்படிதான் இருக்கும், செம்மையா இருக்கும். ஒரு வெள்ளிக்கு வந்து பார்த்தீங்கன்னா 3. എങ്ങനെ ബസ് വെച്ചു? അങ്ങോച്ചാ ആണോ? എത്രയായി? 5 രൂപ. ദാ, ബാക്കി പിന്നെ മേടിച്ചോളാവേ. ആ ശരി. ആ. ഒരു ഫീഡിംഗ് ബോട്ടില്, ഒരു ബേബി സോപ്പ് പൗഡറും, ഒരു ഫെപ്പാനില്, ഒരു ജൂനിയർ ഹോർലിക്സ്. അങ്ങനെ കൊണ്ടോ? കുട്ടികൾക്കല്ലേ ബെസ്റ്റ്. എങ്കിൽ എനിക്കും ഇത് മതി. ഇതൊരെണ്ണം, ഇതൊരെണ്ണം. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും പടം വരയ്ക്കാൻ ഇഷ്ടാണോ? എന്നാ നമുക്കൊരു പടം വരയ്ക്കാം. ഇതെന്താ? എം വെച്ചൊരു മരം വരച്ചാലോ? എം എഴുതിയിട്ട് ഇങ്ങനെ. കൊള്ളാവോ? എന്നാ എല്ലാരും ഇങ്ങനെ ഒരു എം വെച്ച് മരം വരച്ചേ. இப்படிலாம் சொல்லி கொடுத்துருந்தா நல்லா இருந்திருக்கும். അടിக்கிறீங்க. ലോകത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നത് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അതേപോലെ ഹാപ്പി ആയിരിക്കുന്ന ഒരാളെ കാണുമ്പോഴല്ല, ഏറ്റവും മോശം സമയത്ത് അതേപോലെ പാളിയിരിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ്. നിങ്ങൾ രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കുന്നേ. എണീറ്റ് രണ്ടുപേരും. എന്താ പേരെന്താ രണ്ടുപേരുടെയും? വിഷ്ണു രാധാകൃഷ്ണൻ. ആഹാ. ഇവിടെയോ? അജോ തോമസ്. അജു തോമസ്. നിങ്ങൾ വരയ്ക്കുന്നില്ലേ? വരക്കാം. വരയ്ക്കോ? എന്താ രണ്ടുപേരും ഇരുന്നേ. മെരുട്ടിയുടെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്? അടിപൊളിയായിരുന്നു അമ്മേ. ഡ്രോയിങ്ങിൽ ഞാനായിരുന്നു ഫസ്റ്റ്. ഫുൾ സ്റ്റാർ. അതെ, എനിക്ക് വിഷ്ണു രാധാകൃഷ്ണൻ ഒരു ഫ്രണ്ടിനെയും കിട്ടി. ആദ്യത്തെ ദിവസം തന്നെ വരപ്പാണല്ലോ. ടീച്ചർ പറഞ്ഞു സൂപ്പറാണെന്ന്. അവരങ്ങനെ പലതും പറയും, കാരണം അവരൊക്കെ പഠിച്ച് വലിയ ടീച്ചറായില്ലേ. മോനെ ഒന്ന് ശ്രദ്ധിക്കണ്ട. മോനെ പഠിച്ച് വലിയൊരു എഞ്ചിനീയർ ആവണം. അതിലും ഒരുപാട് വരയ്ക്കാനുണ്ട്. വീട് വരച്ചു പഠിക്കും. വീട് ആ സ്കൂളിൽ എന്നും ഈ വരപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ അപ്പളേ പറഞ്ഞ നമ്മൾ ആൾക്കാർ നടത്തുന്ന ഏതെങ്കിലും സ്കൂളിലാക്കാം. അവിടെ ആകുമ്പോ നീ പ്രാർത്ഥനയും കണക്കൊക്കെ പഠിപ്പിക്കും. പ്രാർത്ഥനയും കണക്കോ? ആ 2 വാരങ്ങളൊക്കെ പഠിപ്പിച്ചാലല്ലേ പഠിക്കൂ. എടേ, ആ ചെക്കനുമായിട്ടുള്ള കൂട്ടുകെട്ടെ അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്? അജോ തോമസോ? അവനെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തില്ല. അതിനു മുമ്പ് അവന്റെ മോശം കൂട്ടുകെട്ടും കണ്ടുപിടിച്ചു. അവനെ കണ്ടിട്ട് പഠിക്കുന്ന കൂട്ടത്തിനൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ കൂടെ കൂടിയ നമ്മുടെ മോനെ അത്രയൊക്കെ തന്നെയല്ലേ വരത്തുള്ളൂ. കൂട്ടുകാരൻ വാങ്ങുന്നതിനേക്കാൾ 1 മാർക്ക് കൂടുതൽ വാങ്ങിയാൽ മതി സന്തോഷിക്കാൻ. ഒന്നെങ്കിൽ നന്നായി പഠിക്കാൻ ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ വാശിയോടെ പഠിക്കാൻ ഒരു എതിരാളി. അന്ന് വിഷ്ണുവിന്റെ അച്ഛൻ പറഞ്ഞ നമ്മുടെ എതിരാളിയെ കണ്ടുകൂട്ടാൻ 4-ാം ക്ലാസ് വരെ കാത്തിരിക്കേണ്ടി വന്നു. 4B-യിലെ BC വിശ്വം.
എനിക്ക് എന്തിന്? തന്ന ടീച്ചറിനെ പേടിക്കാതിരിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളത് കഴിച്ചു. ഞാനും കഴിച്ചു. ഞാൻ തന്നാ മതിയോ? ആവശ്യ സമയത്ത് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അങ്ങനെ നമ്മളുടെ ഇടയിലേക്ക് വന്നവനാണ് മൂസ. മൂസ. ദാ, വാപ്പ ഷാർജയിൽ നിന്നുള്ള സ്പെഷ്യൽ ചോക്ലേറ്റ്. ബൈ. മൂസ വന്നതോടുകൂടി നമ്മുടെ ലെവൽ അങ്ങ് മാറി. ചെറിയ കേസുകളുമായി ക്ലാസ് റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഞങ്ങൾ സ്ഥിരമായി ഹെഡ് മാസ്റ്റർ റൂമിൽ എത്തി തുടങ്ങി. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ അച്ഛന്മാരും വന്നിങ്ങനെ തലകുനിച്ച് നിൽക്കാൻ തുടങ്ങി. ഇവന്റെ അപ്പൂപ്പന് വയറിളക്കാൻ കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് മുട്ടായി എന്നും പറഞ്ഞ് എന്റെ മകന് കൊടുത്തത്. എങ്ങനെയുണ്ട് സാർ? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അവന്മാരൊക്കെ വലുതാവുമ്പോ എന്തായിരിക്കും? എന്റെ മകൻ ക്ലാസ്സിൽ ഒന്നാമനായിട്ട് പഠിക്കുന്ന കുട്ടിയാ. സോറി സാർ, അത് പിള്ളേർ അറിയാതെ. എന്ത് സോറി സാർ? സാറാണ് അവന്മാർക്ക് വെള്ളം വെച്ചു കൊടുക്കുന്നത്. സാർ അതെ, ആ ചെറുക്കന്റെ വയറ്റിളക്ക് കയറി തീർന്നിട്ടില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വേണ്ട കാര്യങ്ങളൊന്നും അത് ചെയ്തു കൊടുക്കാൻ നോക്ക്. പിന്നെ ഈ മൂന്നെണ്ണത്തിന്റെ കാര്യം അത് എനിക്ക് വിട്ടാരെ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. சூப்பர், சூப்பர், சூப்பர். சைக்கிள் ரேஸ்ல வந்து பார்த்தீங்கன்னா ஆரம்பிச்சிருக்காங்க. சைக்கிள் ரேஸ்ல வந்து பார்த்தீங்கன்னா, ஒரு குப்பரி அடிச்சு கீழ விழுந்துருவாரு. வாழை மரம் வாங்க போகும்போது, ஒரே ஒரு வாழை மரம் தான் இருக்கு. நீ வாங்கிட்டு போ, நீ வாங்கிட்டு போன்னும்பாங்க. அந்த வாழை மரத்த வாங்கிட்டு வீட்டுக்கு போய் உடனே வந்து தோண்டி புதைச்சணும்னு சொல்லுவாங்க. அவங்க ஒய்ஃப் இருந்துகிட்டு காலையில புதைச்சுக்கலாம் அப்படின்ட்டு வீட்டுக்கு போயிடுவாரு. அந்த வாழை மரத்த ஒருத்தர் ஆட்டைய போட்டு வீட்ல வந்து உடனே வந்து பார்த்தீங்கன்னா, வச்சு அத வந்து பார்த்தீங்கன்னா, பெருசாகி அத அறுத்து வந்து வியாபாரமே வந்து பண்ணிட்டாங்க. அவங்க பிள்ளை வந்து பார்த்தீங்கன்னா வந்து ஸ்கூல்ல வந்து பார்த்தீங்கன்னா, இப்ப வந்து அது கேங்கா ஒண்ணு சேர்ந்து அதுக்குள்ளாட்டி என்ன பிரச்சனைன்னு சொல்லிட்டு தெரியல. அதுக்குள்ளாட்டி வந்து பார்த்தீங்கன்னா, பிரின்சிபல் முன்னாடி போய் நிக்கிறாங்க. அதோட வந்து பார்த்தீங்கன்னா, சீன் வந்து கட் பண்ணிப்போம். ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு, சப்ஸ்கிரைப் பண்ணாம நீங்க பார்த்தீங்கன்னா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இது போல நல்ல வீடியோல நெக்ஸ்ட் சந்திப்போம். பாய்.